അഗസ്ത്യമുനിയുടെ ഉപദേശം. മണികണ്ഠസ്വാമിയുടെ അന്തർധാനത്തിനു ശേഷം രാജശേഖര രാജൻ ഓരോ വിചാരങ്ങളാൽ മനസ്സിന് സ്വസ്ഥതയില്ലാതെ വിഷമിച്ച് നാളുകൾ കഴിച്ചുകൂട്ടി. ഭഗവാന്റെ തൃപ്പാദങ്ങൾ തന്നെ ശരണമെന്നുവെച്ച് മണികണ്ഠന്റെ ലീലാവിലാസങ്ങൾ ഓരോന്നോരോന്നായി ചിന്തിച്ചിരുന്ന അദ്ദേഹം ക്ഷേത്ര നിർമ്മാണ കാര്യമെന്നല്ല രാജ്യഭരണം കൂടി വിസ്മരിച്ചുപോയി. രാജാവിന്റെ ഈ അവസ്ഥ ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ ശ്രീ ഭൂതനാഥൻ ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാനായി അഗസ്ത്യ മഹർഷിയെ രാജശേഖര രാജന്റെ സമീപത്തേക്ക് അയച്ചു. ബ്രാഹ്മണ വേഷത്തിൽ തന്റെ കൊട്ടാരത്തിലെത്തിയ അഗസ്ത്യമുനിയെ രാജാവ് യഥോചിതം സ്വീകരിച്ചിരുത്തി. ബ്രാഹ്മണന്റെ മുഖത്ത് അപൂർവ തേജസ് ശ്രദ്ധിച്ചുകൊണ്ട് രാജാവ് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അതിതേജസ്വിയായ അവിടുന്ന് കേവലം ഒരു ബ്രാഹ്മണനാകാൻ സാധ്യതയില്ല. അവിടുന്ന് ആരാണ്? എവിടെ നിന്നാണ് എഴുന്നള്ളിയിരിക്കുന്നത്? അവിടുത്തെ ആഗമനോദ്ദേശം എന്താണ്? ദയവായി പറഞ്ഞാലും. രാജൻ, അങ്ങയുടെ സംശയം ശരി തന്നെയാണ്. ഞാൻ അഗസ്ത്യ മഹർഷിയാണ്. അങ്ങയുടെ അസ്വസ്ഥമായ മാനസികാവസ്ഥ ഗ്രഹിച്ച മണികണ്ഠൻ അവിടുത്തേക്ക് കർമ്മകാണ്ഡം ഉപദേശിക്കുന്നതിനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. തന്റെ മുന്നിലിരിക്കുന്ന അഗസ്ത്യ മഹർഷിയെ താണു വണങ്ങിക്കൊണ്ട് ഗൽഗതകണ്ഠനായി രാജശേഖര രാജൻ ഇപ്രകാരം പറഞ്ഞു: ഹേ താപസ ശ്രേഷ്ഠ, എന്റെ പ്രിയപുത്രൻ മണികണ്ഠൻ ഇപ്പോൾ എവിടെയാണ്? ഈ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ കുമാരൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. ചിലപ്പോൾ അവൻ എന്റെ മടിത്തട്ടിൽ ഒരു പുത്രനെ പോലെ വിഹരിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരു ഭൃത്യനെ പോലെ എന്റെ ഹിതാനുവർത്തിയായി വർത്തിക്കും. ചിലപ്പോൾ മന്ത്രിയെപ്പോലെ രാജ്യകാര്യങ്ങൾ നിയന്ത്രിക്കും. കുമാരന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുക അസാധ്യം തന്നെ. എന്റെ കുമാരൻ ദേവദേവനാണെങ്കിലും എനിക്കവനെ കാണാതെ സ്വസ്ഥതയില്ല. ദുഃഖത്താൽ വലഞ്ഞ രാജശേഖര രാജനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശാന്തമനസ്സനായ അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: ഹേ രാജൻ, മണികണ്ഠനെ കുറിച്ചുള്ള അങ്ങയുടെ വാത്സല്യവും അതിനാൽ അങ്ങേക്ക് ഭവിച്ചിരിക്കുന്ന മാനസിക വ്യതയും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മണികണ്ഠൻ ഭഗവാനാണെന്ന സത്യം ആദ്യമായി അങ്ങ് ഉൾക്കൊള്ളണം. കാലം, ദേശം, നാമം, രൂപം ഇവയൊന്നുമില്ലാത്ത സർവവ്യാപിയായി സ്ഥിതി ചെയ്യുകയാണ് സാക്ഷാൽ മണികണ്ഠൻ എന്ന് അങ്ങ് ഗ്രഹിക്കണം. കഴിഞ്ഞ ജന്മത്തിലെ അങ്ങയുടെ പാപം ഈ ജന്മത്തിലും അല്പം അവശേഷിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഭഗവാനിൽ നിന്നും ഗ്രഹിച്ചിട്ടും അങ്ങേക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. നിഷ്കാമനായി മണികണ്ഠനെ എല്ലായ്പ്പോഴും അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. അതുവഴി അങ്ങ് പാപത്തിൽ നിന്നും മോചിതനാകും. അഗസ്ത്യമുനിയുടെ വാക്കുകൾ കേട്ട രാജാവ് അത്ഭുതം കലർന്ന സ്വരത്തിൽ ചോദിച്ചു: മഹർഷേ, സർവ്വതിനും സാക്ഷിയായ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് തന്നെ സർവപാപത്തെയും ഇല്ലാതാക്കലാണ്. അങ്ങനെയിരിക്കെ ഭഗവാൻ തന്നെ പുത്രഭാവത്തിൽ അവതരിച്ച് നമ്മോടൊപ്പം വസിച്ചിരുന്നതിനാൽ നാം നമ്മുടെ പാപത്തിൽ നിന്നൊക്കെ മോചിതനല്ലേ? രാജശേഖരന്റെ അത്ഭുതത്തോടെയുള്ള സംശയത്തിന് മഹർഷി ഇങ്ങനെ മറുപടി നൽകി: രാജൻ, അവിടുന്ന് പറഞ്ഞത് ശരി തന്നെ. ഭഗവത് ദർശനം പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നു. പക്ഷേ മണികണ്ഠ ഭഗവാൻ അങ്ങയോടൊപ്പം വസിച്ചിരുന്നപ്പോൾ അങ്ങ് പുത്രഭാവത്തോടെ മാത്രമേ ഭഗവാനെ കരുതിയുള്ളൂ. ഭഗവാനാണെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ഭഗവാൻ കൂടെ വസിച്ചിട്ടും പാപമുക്തിക്കായി ഒരിക്കൽ പോലും അങ്ങ് ഭഗവാനെ ഭജിച്ചിരുന്നില്ല. ഈ പന്തളവാസികൾക്കെല്ലാം ഭഗവത് ദർശന ഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിലും അവർക്കും പാപശാന്തി കൈവരിക്കാനായില്ല. കാരണം അവരും മണികണ്ഠനെ വാത്സല്യഭാവത്തിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. വനത്തിൽ നിന്നും പുലികളെ കൊണ്ടുവന്ന സന്ദർഭത്തിൽ താൻ ആരാണെന്ന സത്യം ഭഗവാൻ തന്നെ അവിടത്തേക്ക് വെളിവാക്കി തന്നു. എന്നിട്ടും ഭഗവാനെ അങ്ങ് പാപശാന്തിക്കായി ഭജിച്ചില്ല. അതിനാൽ അങ്ങയുടെ ജന്മദുഃഖങ്ങൾ അകന്ന് മോക്ഷപ്രാപ്തിക്കായി കഠിനമായ വിശ്വാസത്തോടെ ഭഗവാനെ ഭജിക്കുക. ഭഗവാൻ അയച്ച അസ്ത്രം തറച്ചു നിൽക്കുന്ന സ്ഥാനത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിന് അനുയോജ്യമായ ഒരു ക്ഷേത്രം പണിയുക. അഗസ്ത്യമുനിയോട് രാജശേഖര രാജാവ് പിന്നെയും നിരവധി സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകിയ അഗസ്ത്യമുനി രാജശേഖര രാജന്റെ പൂർവജന്മ കഥ കൂടി പറയുകയുണ്ടായി. മഹാതാപസനായ അഗസ്ത്യന്റെ വാക്കുകൾ ശ്രവിച്ച മഹാരാജാവിന്റെ മാനസികാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നു. ഭഗവാനായ ധർമ്മശാസ്താവ് തന്നെയാണ് ഹരിഹരപുത്രനായ അയ്യപ്പനായി പിറന്നതും
തന്നോടൊപ്പം പുത്രഭാവത്തിൽ വസിച്ചതും എന്നു മനസ്സിലാക്കി പുളകിതഗാത്രനായി നിൽക്കുന്ന മഹാരാജാവിനോടായി അഗസ്ത്യ മഹർഷി പറഞ്ഞു, രാജൻ, ഇനി താമസമരുത്. എത്രയും വേഗം ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. മണികണ്ഠനെ പ്രതിഷ്ഠിക്കുന്നതിനായി സാലപുരാധിപനായ ആചാര്യനെ തന്നെ വരുത്തണം. രാജശേഖരരാജന് ലഘുപൂജാവിധികൾ കൂടി പറഞ്ഞു കൊടുത്തതിനു ശേഷം അഗസ്ത്യമുനി അവിടെ നിന്നും യാത്രയായി.